സർക്കാർ അഭിഭാഷക നിയമനത്തിൽ പരസ്യ വിമർശനവുമായി ലോയേഴ്സ് കോൺഗ്രസ് പ്ലീഡർ നിയമനത്തിലെ പരാതികൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുകൂടി ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പി.കെ. അബ്ദുൾ റഹ്മാൻ പറയുന്നു. AICCയും KPCCയും വിഷയത്തിൽ ഇടപെടണം. ജിയോണയും ശരത്തും ലോയേഴ്സ് കോൺഗ്രസ് സജീവ പ്രവർത്തകരല്ല എന്നും പി.കെ. അബ്ദുൾ റഹ്മാൻ പറഞ്ഞു. ഗവൺമെൻറ് പ്ലീഡർമാർ നിയമനപ്പെട്ട കാര്യത്തിൽ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ വരുന്ന ലിസ്റ്റുകൾ മുഴുവൻ ഫോർവേഡ് ചെയ്യുക, നിങ്ങളതിൽ ഒരു നിലക്കുള്ള ഒരു ഇടപെടൽ നടത്തണം. അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ലിസ്റ്റ് വന്നപ്പോൾ തന്നെ പിന്നീട് ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടി 9-ാം തീയതി പരാതി മുഖ്യമന്ത്രിക്കും KPCC പ്രസിഡന്റും ACC നേതൃത്വത്തിനും നമ്മൾ ഒരു പരാതി സമർപ്പിച്ചിട്ടുണ്ട്. സംഘടനാ തലത്തിൽ സംവിധാനങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിപ്പോയിട്ടുണ്ട്. 2010 ഞാൻ ഗവൺമെൻറ് പ്ലീഡറായിരുന്ന ഒരാളാണ്. ആ സമയത്ത് ഈ സംസ്ഥാനത്ത് ഒരു KPCC ഉണ്ടായിരുന്നു. KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയായിരുന്നു. അപ്പോൾ അതിനുള്ള ചില സംവിധാനങ്ങൾ അന്ന് അദ്ദേഹം ചെയ്തു പോയിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനത്തെ ഒരു കാര്യമുള്ളതായിട്ട് നമുക്കൊരു അറിയിപ്പ് കിട്ടിയിട്ടില്ല, അങ്ങനെ ചെയ്തതായിട്ട് മനസ്സിലാക്കുന്നുമില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അത്രയൊരു സംവിധാനം രൂപപ്പെട്ട് ഇതുണ്ടാവണം എന്നുള്ള നിലയിലാണ് നമ്മളിതിനെ കാണുന്നത്. സജോ ദേവസ്യ വിവരങ്ങൾ നൽകും. സജോ, അപ്പോൾ ഈ ലോയേഴ്സ് കോൺഗ്രസിനെ ഇപ്പോഴും ഈ ഒരു പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട അതൃപ്തിയുണ്ട്, അവരത് തുറന്നു പറയുകയും ചെയ്യുന്നു. ഷിഹാസ്, KSU സംസ്ഥാന അധ്യക്ഷന് പിന്നാലെ ലോയേഴ്സ് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനും പരാതിയുണ്ട് എന്നതാണ് ഇതിന്റെ ആത്യന്തികമായി കാണേണ്ട ഒരു കാര്യം. അതായത് ലോയേഴ്സ് കോൺഗ്രസിലും ഇത് സംബന്ധിച്ച് അധികാര തർക്കവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് എങ്കിൽ പോലും ലോയേഴ്സ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട വിമർശനം, അതായത് അർഹതയുള്ള പലരും ഇപ്പോഴും പുറത്തു തന്നെയാണ്, അവർ പരിഗണിക്കപ്പെട്ടിട്ടില്ല. അതേസമയം അനർഹർ എന്ന് അവിടെയുള്ള ആളുകൾക്ക് അഭിപ്രായമുള്ളവർ പട്ടികയിൽ കയറി കൂടിയിട്ടുമുണ്ട് എന്ന നിലപാടാണ്. ഇതിലവർ പ്രധാനമായും പറയുന്നത് പല യൂണിറ്റുകളിൽ നിന്നും ശുപാർശകളും ലിസ്റ്റുകളും ഒക്കെ വരും, പക്ഷെ അതെല്ലാം ക്രോഡീകരിച്ച് സംസ്ഥാന നേതൃത്വത്തിന്റെ ഒരു അഭിപ്രായം കൂടി പരിഗണിച്ചതിന് ശേഷം സംഘടനാ രൂപത്തിലുള്ളൊരു ഇടപെടൽ നടത്തിയാണ് ഈ നിയമനങ്ങൾ നടക്കേണ്ടത്. അങ്ങനെയല്ല നടക്കുന്നത് എന്ന വിമർശനമാണ്. പരാതി നൽകി, പക്ഷേ ആ പരാതിയിന്മേൽ കാര്യമായ ഇടപെടലോ നടപടിയോ ഉണ്ടായില്ല എന്ന ആക്ഷേപമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്ലീഡർ നിയമനങ്ങളിൽ AICCയുടെയും KPCCയുടെയും ഒക്കെ സംഘടനാ തലത്തിലുള്ള ഇടപെടൽ വേണം എന്നുകൂടി പറയുകയാണ്. KSU മുന്നോട്ട് വെച്ച 2 പേരുകൾ, ആ പേരുകളുടെ വിമർശനം എന്നത് ഒന്ന് ജിയോണയുടെ കാര്യത്തിലും മറ്റൊന്ന് ശരത്തിന്റെ കാര്യത്തിലുമാണ്. ആ 2 നിയമനങ്ങളുടെ കാര്യത്തിലുമാണ് KSU പ്രധാനമായും വിമർശനം ഉന്നയിച്ചത്. അതിന് ഈ ലോയേഴ്സ് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിമർശനം, അവർ സജീവ പ്രവർത്തകരല്ല, അതേസമയം നേരത്തെ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടന്നപ്പോൾ അവർ വന്നിട്ടുണ്ട്, സാങ്കേതികമായി സംഘടനാംഗങ്ങളാണ്, എന്നാൽ സജീവമായി പ്രവർത്തിക്കുന്നതായി തനിക്ക് അറിവില്ല എന്നൊരു വിമർശനം. എന്ന് വെച്ചാൽ KSUവിന്റെ വിമർശനത്തെ, KSUവിലെ ഒരു വിഭാഗത്തിന്റെ വിമർശനത്തെ പിന്തുണയ്ക്കുന്നുണ്ട് അദ്ദേഹം എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്ന് വെച്ചാൽ KSUവിന്റെ വിമർശനങ്ങളോടുകൂടി ഈ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. ഈ സർക്കാർ അഭിഭാഷക നിയമനം സംബന്ധിച്ച് ലോയേഴ്സ് കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന് ശക്തമായ എതിരഭിപ്രായമുണ്ട്. സംസ്ഥാന നേതൃത്വം ഒരു പ്രമേയമൊക്കെ പാസ്സാക്കിയിരുന്നു. ആ വികാരമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. അതേസമയം മറിച്ച് അഭിപ്രായമുള്ളവരും ആ സംഘടനയിൽ ഉണ്ട് എങ്കിലും മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടാണ് ഇവരും വിമർശനം ഉന്നയിക്കുന്നത് എന്നൊരു സവിശേഷ ശ്രദ്ധ കൂടി അതിനകത്തുണ്ട് എന്നതാണ് കാണേണ്ട കാര്യം. അപ്പോൾ അർഹതപ്പെട്ട ആളുകളെ പരിഗണിക്കണം. ഇനിയിപ്പോൾ ജില്ലാ തലങ്ങളിൽ കൂടി കൂടുതൽ നിയമനങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോൾ അർഹതപ്പെട്ട ആളുകൾക്ക് ശുപാർശ പ്രകാരം ക്രോഡീകരിച്ച ലിസ്റ്റ് ഉണ്ടാക്കി അങ്ങനെ നിയമനം വേണം. അത് സംഘടനാ തലത്തിൽ തന്നെ നടക്കണം. അങ്ങനെ ഒരു സംഘടനാ തലത്തിലുള്ള കൂടിയാലോചന എന്ന മട്ടിൽ KPCC പോഷക സംഘടനയ്ക്ക് നിർദ്ദേശം നൽകി KPCCയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു പ്രോസസ്സായി ഇത് മാറുന്നില്ല എന്നതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട പരാതി. അതിനു പകരം ചില ലിസ്റ്റുകൾ യൂണിറ്റുകളിൽ നിന്ന് വരുന്നു, അവ നേരെ പോകുന്നു, അതിൽ നിന്ന് ചില ആളുകൾ നിയമിക്കപ്പെടുന്നു, അപ്പോൾ അർഹരായ പലരും പുറത്തു പോകുന്നു. അർഹതയുള്ള ആളുകൾക്ക് നിയമനം കിട്ടിയിട്ടുണ്ട്, പക്ഷേ പലപ്പോഴും അങ്ങനെ അല്ലാത്തവരും കടന്നുകൂടുന്നു. അതിൽ വലിയ എതിർപ്പും എതിരഭിപ്രായവും ഉണ്ട് എന്ന വികാരം പങ്കുവെക്കുകയാണ്. നേരത്തെ പക്ഷേ ഈ ജിയോണയുടെയും ശരത്തിന്റെയും ഒക്കെ കാര്യത്തിൽ അവരുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ സമയത്തും അതിനുശേഷം തിരഞ്ഞെടുപ്പിലും അവർ പട്ടികയിൽ ഉൾപ്പെട്ടതിന്റെ ലിസ്റ്റും മറ്റും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷെ അവർ പറയുന്നത് സജീവമായി പ്രവർത്തിക്കുന്ന അർഹതയുള്ള യോഗ്യതയുള്ള ആളുകളുണ്ട്, അതിനെ സംഘടനാ തലത്തിൽ പ്രോസസ്സ് ചെയ്ത് ക്രോഡീകരിച്ച് ലിസ്റ്റാക്കി ഒരു നിയമനത്തിലേക്ക് പോവുകയാണ് വേണ്ടത്. അങ്ങനെ സംഭവിക്കുന്നില്ല എന്താണ് പലപ്പോഴും പരാതി പറഞ്ഞു കാത്തിരുന്നു, പക്ഷെ മറുപടിയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ പരസ്യമായി പ്രതികരിക്കുന്നത് എന്നാണ് പി.കെ. അബ്ദുൾ റഹ്മാൻ പറയുന്നത്. അപ്പോൾ അതുകൂടി ഒരു പുതിയ പ്രശ്നമായി കോൺഗ്രസിനകത്ത് രൂപപ്പെടുകയാണ്. ശരി സജോ, അപ്പോൾ ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിൽ കോൺഗ്രസിനുള്ളിൽ പല അഭിപ്രായങ്ങളാണ്. KSU സംസ്ഥാന നേതൃത്വത്തിന് മാത്രമല്ല ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനും എതിരഭിപ്രായമുണ്ട്, പരാതികളുണ്ട്, പരിഭവമുണ്ട്. അവരത് തുറന്നു പറയുകയും ചെയ്യുന്നു.